നിങ്ങൾ ഇരിക്കുന്ന രീതി കൊണ്ട് മാത്രം പല രീതിയിൽ നിങ്ങളുടെ ഗ്രഹണശക്തിയെയും കഴിവുകളെയും നിങ്ങൾ തളർത്തി. നിങ്ങൾ ഇരിക്കുന്നതും ശ്വസിക്കുന്നതുമെല്ലാം കാരണം ഭൗതികതയും അതിൻ്റെ കാര്യക്ഷമതയും ജാമിതീയമായ കൃത്യതയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. നിങ്ങളുടെ കാറിൻ്റെ എഞ്ചിൻ തന്നെ എടുക്കൂ. അതിൻ്റെ ജാമിതി എത്രത്തോളം കൃത്യമാണോ അത്രത്തോളം സുഗമമായിട്ടായിരിക്കും അത് പ്രവർത്തിക്കുക. അതിൽ ചെറിയൊരു വ്യത്യാസം വന്നാൽ പോലും വലിയ കർഷണമുണ്ടാകും. കർഷണം കൂടിയാൽ പ്രവർത്തനം മോശമാകും, ആയുസ് കുറയും. എല്ലാറ്റിലുമുപരി അതിൻ്റെ പൂർണ്ണശേഷിയിൽ പ്രവർത്തിക്കാനാവില്ല. അതുകൊണ്ട് ശരിയായ രീതിയിൽ ഇരിക്കുക എന്നത് പ്രധാനമാണ്. അതായത് കൃത്യമായ ആ ജാമിതി ഉണ്ടെങ്കിൽ മാത്രമേ തടസ്സങ്ങളില്ലാതെ കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ കഴിയൂ. ഭൗതികമായ അസ്തിത്വം മുഴുവനും ജാമിതീയമാണ്. ഭൂമി സൂര്യനെ ചുറ്റുന്നത് ഏതെങ്കിലും കേബിളിൽ കെട്ടിത്തൂങ്ങിയല്ല, വെറും ജാമിതീയമായ കൃത്യത കൊണ്ട് മാത്രമാണ്. ആ പാതയിൽ നിന്ന് അല്പം മാറിയാൽ പോലും എല്ലാം അവസാനിക്കും. അതുകൊണ്ട് ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ നിങ്ങൾ ശരിയായ സ്ഥിരതയുള്ള ജാമിതിയിലായിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങളുടെ എല്ലാ കഴിവുകളും പൂർണ്ണമായി പ്രവർത്തിക്കൂ. നിങ്ങൾ ഇങ്ങനെ ഇരുന്നാൽ നിങ്ങളുടെ ചിന്തയും വികാരവും മാത്രമേ പ്രവർത്തിക്കൂ, മറ്റൊന്നും നടക്കില്ല. മനുഷ്യനായിരിക്കുന്നതിൻ്റെ ആഴത്തിലുള്ള തലങ്ങളൊന്നും അപ്പോൾ പ്രവർത്തിക്കില്ല. അതുകൊണ്ടാണ് എങ്ങനെ ഇരിക്കണമെന്ന് ആളുകളെ പഠിപ്പിക്കാൻ വർഷങ്ങൾ തന്നെ വേണ്ടിവരുന്നത്. എങ്ങനെ ഇരിക്കണമെന്ന് പഠിപ്പിക്കാൻ.